ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ഡൽഹിയിലെ സീലംപൂരിൽ വൻ തീപിടുത്തം. ഓൾഡ് സീലംപൂരിലെ വസ്ത്രശാലയ്ക്കാണ് തീപിടിച്ചത്. 30 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. 15 ജീവനക്കാരെ വസ്ത്രശാലയ്ക്ക് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് ഈ തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നാലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ആരംഭിച്ചു. ഇപ്പോഴും തീ പൂർണ്ണമായും അണച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു അപകടനില അത് തരണം ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിപ്പിക്കുന്നത് അത് തടയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അടുത്ത ഒരു അരമണിക്കൂറിലകം തന്നെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ഓൾഡ് സീലംപൂരിൽ ഒരു വസ്ത്രശാലയിലാണ്, ആ വസ്ത്രശാലയുടെ ഏറ്റവും താഴത്തെ നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. അത് പിന്നീട് മുകളിലത്തെ 4 നിലയിലേക്ക് കൂടി പടർന്ന് കയറുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 4 നിലകളിലും പല കമ്പനികൾക്കും അതുപോലെ പല കടകളിലേക്കും തുണിമണികൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗാർമെന്റ് കടകളുടെ പല ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തുണികളിലേക്കെല്ലാം തന്നെ തീ പടർന്നു എന്നുള്ള വിശദീകരണമാണ് ഫയർഫോഴ്സ് നൽകിയിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ 15 ജീവനക്കാരുണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഒഴിപ്പിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഒരാൾക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും അയാളുടെ നിലയും തൃപ്തികരമാണെന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് നാളത്തെ തീ പൂർണ്ണമായും അടച്ച് നാളത്തെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.